ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് ഞാൻ ഇടിയഞ്ചക്ക മുതിരപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പുഴുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവ നാളുകളിൽ രാവിലെ കഞ്ഞിയുടെ കൂടെ കൊടുക്കുന്ന പുഴുക്കാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് ഈ ഒരു പുഴുക്കിൻ്റെ രുചി അറിയായിരിക്കും. അപ്പോൾ ഇനി നമ്മളിത് വീട്ടിലുണ്ടാക്കാനായിട്ട് പോവാണ്. പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഇടിയഞ്ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ തോല് കളയാനായിട്ട് എളുപ്പമായിരിക്കും. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഇതിൻ്റെ പശയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മുള്ളുള്ള ഈ ഒരു തോല് ചെത്തി മാറ്റാം. ഇടിയഞ്ചക്കയുടെ അറിയാലോ, ഈ ഒരു തോല് മാത്രമേ നമുക്ക് ചെത്തി കളയേണ്ടതുള്ളൂ. ബാക്കി ഇതിൻ്റെ മൂക്കൊക്കെ നമ്മൾ കറിയിൽ ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറ ഒന്ന് അധികം കറുപ്പ് കളറാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കഷ്ണങ്ങളുടെയും തോല് മാറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വട്ടത്തിലുള്ള ഈ ഒരു പീസ് ഞാനൊരു 8 ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുതിരയാണ്. മുതിര ഞാൻ ഓൾറെഡി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്കയും മുതിരയും ഒരുമിച്ച് നമുക്ക് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഗ്യാസ് ഒന്ന് കുറച്ച് ലാഭിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുതിർക്കാത്ത മുതിരയാണെങ്കിൽ നിങ്ങൾ ആദ്യം മുതിര വേവിച്ചെടുത്തതിന് ശേഷം ചക്കയും കൂടെ ചേർത്ത് വേവിച്ചിട്ടെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമ്മൾ ആദ്യം ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുതിരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കുതിർക്കാത്ത മുതിരയാണെങ്കിൽ ആദ്യം നമ്മൾ മുതിര വേവിച്ചിട്ട് എടുക്കണം. അതിന് ശേഷമാണ് ചക്കയും കൂടെ ഇട്ടിട്ട് വേവിക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 5 വറ്റൽമുളക് ഒന്ന് നെടുകെ ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഒരുമിച്ച് ചതച്ചെടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ മുതിരയിലും ചക്കയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കും. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും. അപ്പോൾ നമ്മൾ സാധാരണ പുഴുക്കിലൊക്കെ പച്ചമുളകാണ് ചേർക്കാറുള്ളത്. പക്ഷേ ഈ ഒരു പുഴുക്കിൽ നമ്മൾ ചുവന്ന മുളകാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുതിര ഒന്ന് മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഓൾറെഡി കുതിർത്ത കാരണം കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുതിർക്കാത്തതാണെങ്കിൽ ഇതിൻ്റെ 2 ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ചു വെച്ച് ലിഡ് ക്ലോസ് ചെയ്ത് വെയിറ്റൊക്കെ ഇട്ട് നമുക്കിതൊരു 3-4 വിസിൽ വരെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ചക്കയും മുതിരയും ഒക്കെ ഒരുമിച്ചാണ് നമ്മൾ വേവിക്കുന്നത്. മുതിര ഓൾറെഡി കുതിർത്തതായത് കാരണം കൊണ്ടാണ് ഇത്രയ്ക്ക് കുറഞ്ഞ സമയത്ത് നമുക്ക് വെന്ത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ സമയം നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് നോക്കാം. അരപ്പിനായിട്ട് ഞാനൊരു ചെറിയൊരു മുറി തേങ്ങ അടിച്ചിരിക്കുന്നത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതൊരു 2 പിഞ്ച് ജീരകം, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മതിയാവും കേട്ടോ. ഒരുപാടൊന്നും വേണ്ടി വരില്ല. ഇതൊന്നും നമുക്കനെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ഒതുക്കിയെടുക്കുന്ന നമുക്കറിയാലോ, ഒന്ന് നമ്മൾ അവയലിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ കുക്കറിൽ മുതിരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചക്കയുടെ നന്നായിട്ട് വെന്തുണ്ട്. അപ്പോൾ ഈ മുതിര കണ്ടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ കുഴഞ്ഞു പോകരുത്. അതാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് മുതിര കിട്ടണം. എന്നാൽ വെച്ചിട്ടുണ്ടെങ്കിൽ കടിക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനൊന്ന് കോരിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചട്ടിയിലേക്ക് ഈ മുതിരയും ഈ ചക്കയൊക്കെ വെള്ളം അധികം വെള്ളത്തോടെ അല്ലാതെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്നിനി ഇടിയഞ്ചക്ക ഒന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഉള്ളി ചതയ്ക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കല്ലിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ തോരന് നന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്ന പോലെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ പീസും ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഈ ചക്ക ഈ കഷ്ണത്തോട് കൂടി കഴിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അധികം അങ്ങനെ ചതച്ച് പൊടിച്ചെടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള കുക്കറിലുള്ള നമുക്ക് ആ ചാറൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഈ വേവിച്ച ഈ ചാറെന്ന് പറയുന്നത് അത്രയും രുചിയാണ് കേട്ടോ. അപ്പോൾ ഇത് കളയൊന്നും ചെയ്യരുത്. ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഗുരുവായൂർ അമ്പലത്തിൽ നമുക്കിത് നല്ല ചാറോട് കൂടി കിട്ടുന്ന ഒരു പുഴുക്കാണ്. അത് അത്രയധികം ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് ആ കഞ്ഞിയിൽ അങ്ങോട്ട് ആ ചാറ് ഒഴിക്കുമ്പോൾ അത്രയും രുചിയാണ് കേട്ടോ നമുക്കത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതിൽ നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ചാറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കുറച്ച് ആ മിക്സിയിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നേരം ഈ തേങ്ങയും ഈ മുതിരയും ഇടിയൻ ചക്കയും കൂടിയിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് ഒന്ന് കുറച്ച് നേരം മൂടി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് ഒരു 3 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എരിവില്ല എന്നൊക്കെ തോന്നും, പക്ഷേ അത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. നമ്മളുടെ ആ ചുവന്ന മുളകൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ വെറുതെ പൊട്ടിച്ചിട്ട വറ്റൽമുളകൊക്കെ ഇതിൽ എരിവ് നമുക്ക് നൽകുന്നതാണ്. നല്ല അത്യാവശ്യം എരിവുള്ള ഒരു പുഴുക്ക് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കറി തിളച്ച് സെറ്റായിട്ട് വരട്ടെ. ഒരു 3 മിനിറ്റ് നേരം ഞാനവിടെ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചാറ് നിങ്ങൾക്കിപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞാൻ ഈ ഒരു ചാറോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പുഴുക്കെടുക്കുന്നത്. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രുചി എന്ന് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് കഞ്ഞി അവിടെ അമ്പലത്തിലൊക്കെ വന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ഒഴിച്ച് തരുന്ന ഒരു പുഴുക്കാണ് കേട്ടോ അത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി പിന്നെ പ്രത്യേകിച്ചൊന്നും ചേർക്കാനായിട്ടൊന്നുമില്ല. പിന്നെ അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ മേലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല രുചിയുള്ള, നിങ്ങളിതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു രുചിയിലുള്ള ഒരു പുഴുക്കാണ്. തീർച്ചയായും വേറെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത വെറും ഇടിയൻ ചക്കയും മുതിരയും മാത്രമായിട്ടുള്ളൊരു പുഴുക്ക് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിതൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടച്ചു വയ്ക്കാം. നമ്മുടെ മുതിര ഇടിയൻ ചക്ക പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ നേരിട്ട് കഞ്ഞിയും പുഴുക്കൊക്കെ കഴിച്ചിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ നാട്ടിൽ ചക്കയുടെ ഒക്കെ ഒരു സീസൺ ആണല്ലോ. അപ്പോൾ ഒരുപാട് ഇടിയൻ ചക്കയൊക്കെ കിട്ടും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എന്തായാലും ഉണ്ടാക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.